ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ ടോപ്പിക്ക് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ആണ്. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ദർ ആർ 3 മെത്തേഡ്സ്. ഫസ്റ്റ് മെത്തേഡ് ഇസ് CAPM method, second method is DVM method, third method is MM approach. Okay, so CAPM-ൻ്റെ ഫുൾ ഫോം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മോഡൽ. DVM-ൻ്റെ ഫുൾ ഫോം dividend valuation model. Third, Modigliani and Miller's proposition to formula. Okay, സോ ഇതാണ് 3 മെത്തേഡ്സ്: CAPM, then dividend valuation model, DVM, MM approach, Modigliani and Miller's proposition to formula. So let's start with CAPM. So CAPM-ൻ്റെ ഫോർമുല എന്താണെന്ന് വെച്ചാൽ KE is equal to RF plus BE multiplied by RM minus RF. ഇതിനകത്തെ RF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസ്ക് ഫ്രീ റേറ്റ്. RF എന്ന് വെച്ചാൽ റിസ്ക് ഫ്രീ റേറ്റും, ബി എന്ന് വെച്ചാൽ ബീറ്റ ഇക്വിറ്റി, RM എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് റിട്ടേൺ. RF നമ്മളിവിടെ ഓൾറെഡി പറഞ്ഞു റിസ്ക് ഫ്രീ റേറ്റ് ആണെന്ന്. ഈ RM മൈനസ് RFനെ നമ്മൾ RP എന്നും പറയും. RP എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് പ്രീമിയമാണ്. ഓക്കെ, ക്വസ്റ്റ്യനിൽ ചിലപ്പം RP ആയിരിക്കാം തന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ RP ആണെങ്കിൽ RP ഡയറക്റ്റായിട്ട് BE മൾട്ടിപ്ലൈഡ് ബൈ RP എഴുതണം. ഈ RM തന്നിരിക്കുന്നെങ്കിൽ നമ്മൾ RMൽ നിന്ന് മാർക്കറ്റ് റിട്ടേണിൽ നിന്ന് നമ്മൾ റിസ്ക് ഫ്രീ റേറ്റ് മൈനസ് ചെയ്തിട്ട് വേണം ബീറ്റ ഇക്വിറ്റി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ. ഓക്കെ, ഇനിയുള്ളൊരിതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീറ്റ ഇക്വിറ്റിയിൽ നമ്മൾ സിസ്റ്റമാറ്റിക് റിസ്ക് ആണോ എടുക്കുന്നത്, അൺസിസ്റ്റമാറ്റിക് റിസ്ക് ആണോ എടുക്കുന്നത്? വി ടേക്ക് സിസ്റ്റമാറ്റിക് റിസ്ക്. സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസ്ക് ദാറ്റ് എഫക്ട്സ് ഓൾ ദ കമ്പനീസ് ഈക്വലി. എല്ലാ കമ്പനീസിനെയും ഈക്വലി ആയിട്ട് എഫക്റ്റ് ചെയ്യുന്നതിനെയാണ് സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത്. അൺസിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കമ്പനിയും അത് എഫക്റ്റ് ചെയ്യത്തില്ല, ഏതെങ്കിലും സ്പെസിഫിക് റിസ്ക് ഒരു കമ്പനിയെ മാത്രം എഫക്റ്റ് ചെയ്യും. അതാണ് അൺസിസ്റ്റമാറ്റിക്. സിസ്റ്റമാറ്റിക് എന്ന് വെച്ചാൽ എല്ലാ കമ്പനിയും ഒരുപോലെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ ബീറ്റ ഇക്വിറ്റിയിൽ എടുക്കുന്നത് സിസ്റ്റമാറ്റിക് റിസ്കിനെയാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പം കോവിഡ് വന്നു, എല്ലാ ബിസിനസ്സിനെയും എഫക്റ്റ് ചെയ്തു, എല്ലാ കമ്പനിയും എഫക്റ്റ് ചെയ്തു. ഓക്കെ, സോ അതുപോലെ എന്തെങ്കിലും ഇത് വരുവാണെങ്കിൽ എല്ലാ കമ്പനിയും എഫക്റ്റ് ചെയ്യുവാണെങ്കിൽ അത് സിസ്റ്റമാറ്റിക് റിസ്ക് ആണ്. നമ്മൾ CAPM ഫോർമുലയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സിസ്റ്റമാറ്റിക് റിസ്ക് ആണ്. ബീറ്റ ഇക്വിറ്റിയിൽ സിസ്റ്റമാറ്റിക് റിസ്ക് എല്ലാ കമ്പനിയെ എഫക്റ്റ് ചെയ്യുന്ന റിസ്ക് ആണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, സോ വി ക്യാൻ ഡു എ ക്വസ്റ്റ്യൻ. In this beta equity is 1.3, debt beta is 0.1, gearing ratio 20%, market premium 80%, risk free rate 3%, tax 30%. So we have to find KE.
ഹൗ വി വിൽ ഫൈൻഡ് KE? ഇവിടെ നമ്മൾ CAPM ഫോർമുല യൂസ് ചെയ്ത് RF പ്ലസ് ബീറ്റ ഇക്വിറ്റി മൾട്ടിപ്ലൈഡ് ബൈ RM മൈനസ് RF. സോ ഇവിടുത്തെ RF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 3%. ഓക്കെ, ദെൻ BE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീറ്റ ഇക്വിറ്റി എത്രയാണ്? 1.3 ആൻഡ് RM മൈനസ് RF. ഇവിടെ RM ഉണ്ടോ? അല്ല, ഇവിടെ RP ആണ്, മാർക്കറ്റ് പ്രീമിയം ആണ് തന്നേക്കുന്നത് 8%. സോ ദ ആൻസർ ഇസ് 13.4%. നമുക്ക് വേണ്ട ഇൻഫർമേഷൻ മാത്രം നമ്മൾ ക്വസ്റ്റ്യനിൽ നിന്ന് എടുക്കുക. നമ്മൾ ഇപ്പം കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കണ്ടുപിടിക്കാനാണ് നമുക്ക് ഡിവിഡൻഡ് മോഡലുണ്ട്, ഡിവിഡൻഡ് വാല്യൂഷൻ മോഡലുണ്ട്, CAPM ഫോർമുല ഉണ്ട്, MM അപ്രോച്ച് ഉണ്ട്. സോ ഇതിനകത്ത് എല്ലാത്തിലും ഫോർമുല ഡിഫറെൻ്റ് ആണ്. അപ്പം നമ്മൾ ഏത് ഫോർമുല യൂസ് ചെയ്യണമെന്ന് നമ്മൾ ക്വസ്റ്റ്യനകത്ത് നമുക്ക് തന്നേക്കുന്ന ഡാറ്റ അനുസരിച്ച് വേണം നമ്മൾ ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് മോഡൽ, സെക്കൻഡ് മോഡൽ DVM. ഈ മോഡലിനകത്ത് നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത് KE ഈസ് ഈക്വൽ ടു D0 ഡിവൈഡഡ് ബൈ P0. ഇവിടെ D0 എന്ന് പറയുന്നത് കറണ്ട് ഡിവിഡൻറ്റും P0 എന്ന് പറയുന്നത് കറണ്ട് ഷെയർ പ്രൈസ് അല്ലെങ്കിൽ എക്സ് ഡിവിഡൻഡ് ഷെയർ പ്രൈസ്. ഓക്കെ, DO എന്ന് പറയുന്നത് കറണ്ട് ഡിവിഡൻറ്റ്, ഇപ്പോഴത്തെ ഡിവിഡൻറ്റ്. PO എന്ന് പറയുന്നത് കറണ്ട് ഷെയർ പ്രൈസ് അല്ലെങ്കിൽ എക്സ് ഡിവിഡൻഡ് ഷെയർ പ്രൈസ്. ഈ ഡിവിഡൻഡ് ഷെയർ പ്രൈസ് തന്നെ നമ്മൾ ഈ ക്വസ്റ്റ്യനകത്ത് എക്സ് ഡിവിഡൻറ്റ് എന്നും അല്ലെങ്കിൽ കം ഡിവിഡൻഡ് എന്നായിരിക്കും നമുക്ക് തന്നേക്കുന്നത്. അപ്പം എക്സ് ഡിവിഡൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവിഡൻറ്റിൻ്റെ വാല്യൂ നോട്ട് ഇൻക്ലൂഡഡ് ആണ്. പക്ഷെ കം ഡിവിഡൻറ്റിനകത്ത് ഈ ഡിവിഡൻറ്റിൻ്റെ വാല്യൂ ഇൻക്ലൂഡഡ് ആണ്. എക്സ് ഡിവിഡൻറ്റിൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഡിവിഡൻറ്റ് പെയ്ഡ്, അങ്ങനെ പറയുവാണെങ്കിൽ നമ്മൾ എക്സ് ഡിവിഡൻ്റ് ആണ്. കം ഡിവിഡൻറ്റിൻ്റെ എക്സാമ്പിൾ ഡിവിഡൻറ്റ് പ്രൊപ്പോസ്ഡ് ഓർ ഡിക്ലെയർഡ് എന്നൊക്കെ പറയുവാണെങ്കിൽ നമ്മൾ കം ഡിവിഡൻ്റ് ആണെന്ന് പറയാം. ഗ്രോത്ത്, ഡിവിഡൻറ്റിൽ ഗ്രോത്ത് ഉണ്ടെന്ന് പറയുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫോർമുല എന്താണ്? KE ഈസ് ഈക്വൽ ടു D0 മൾട്ടിപ്ലൈഡ് ബൈ 1 പ്ലസ് G ഡിവൈഡഡ് ബൈ P0 പ്ലസ് G. സോ D0 ബൈ P0 സെയിം തന്നെ നമ്മുടെ KE കണ്ടുപിടിക്കാനുള്ള നോർമൽ ഫോർമുല. അത് കഴിഞ്ഞ് 1 പ്ലസ് G പിന്നെ 1 പ്ലസ് G D0 മൾട്ടിപ്ലൈഡ് ബൈ 1 പ്ലസ് G ഡിവൈഡഡ് ബൈ P0 ദാറ്റ് ഈസ് എക്സ് ഡിവിഡൻഡ് ഷെയർ പ്രൈസ് പ്ലസ് G. ഓക്കെ, പിന്നെ നമ്മൾ ഗ്രോത്ത് കണ്ടുപിടിക്കാൻ വേണ്ടി 2 ഫോർമുലാസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ പാസ്റ്റ് ഡിവിഡൻഡ് മെത്തേഡും ദെൻ ഗോൾഡൻസ് മോഡലും. ഓക്കെ, ഗ്രോത്ത് കണ്ടുപിടിക്കാൻ 2 മെത്തേഡുണ്ട്, പാസ്റ്റ് ഡിവിഡൻഡ് മെത്തേഡും ഗോൾഡൻസ് മോഡലും. അതിനകത്തെ പാസ്റ്റ് ഡിവിഡൻഡ് മെത്തേഡ് വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കാനാണെങ്കിൽ നമ്മൾക്ക് ഒരു ഫോർമുല ഉണ്ട്. G is equal to D0 divided by oldest dividend the whole raised to 1 by n minus 1. ഇതാണ് നമ്മുടെ ഫോർമുല.
ടു ഐഡൻറ്റിഫൈ ഗ്രോത്ത്. പാസ്റ്റ് ഡിവിഡൻഡ് മെത്തേഡിൽ ഗ്രോത്ത് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫോർമുലയാണ് കറണ്ട് ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ ഓൾഡസ്റ്റ് ഡിവിഡൻഡ് ദ ഹോൾ റേസ് ടു 1/n. n എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്പർ ഓഫ് ടൈംസ് ഡിവിഡൻഡ് ഈസ് പെയ്ഡ്. n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ടൈം ഡിവിഡൻഡ് ഈസ് പെയ്ഡ്. ദെൻ ഗോൾഡൻസ് മോഡലിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ G ഇസ് ഈക്വൽ ടു ബി ഇൻറ്റു ആർ ഇ. ഈ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടൻഷൻ റേറ്റാണ്. ആർ ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടേൺ ഓൺ ഇക്വിറ്റി. സോ റിട്ടൻഷൻ റേറ്റ് മൾട്ടിപ്ലൈഡ് ബൈ റിട്ടേൺ ഓൺ ഇക്വിറ്റി. അതാണ് നമ്മൾ ഗോൾഡൻസ് മോഡൽ വെച്ചിട്ട് ഉള്ള ചെയ്യുവാണെങ്കിൽ ഗ്രോത്ത് കണ്ടുപിടിക്കാനാണെങ്കിലുള്ള ഫോർമുല ഇതാണ്. ഓക്കെ, സോ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ദിസ് ഈസ് എ ക്വസ്റ്റ്യൻ. എ കമ്പനി ഹാസ് പെയ്ഡ് ദ ഫോളോയിങ് ആനുവൽ ഡിവിഡൻസ് ഓവർ ദ പാസ്റ്റ് 5 years. കറണ്ട് ഇയർ 24 cents. പ്രൊപ്പോസ്ഡ് ബട്ട് നോട്ട് പെയ്ഡ്. ഓക്കെ, സോ ഡിവിഡൻഡ് പെയ്ഡ് അല്ല, സോ ഇത് കം ഡിവിഡൻ്റ് ആണ്. സോ കം ഡിവിഡൻറ്റിൻ്റെ സ്ഥലത്ത് നമ്മൾ ആണെങ്കിൽ എന്ത് ചെയ്യണം എന്ന് നമ്മൾ പറയാം. ലാസ്റ്റ് ഇയർ 21 cents, 2 years ago 19 cents, 3 years ago 14 cents, 4 years ago 14 cents. കറണ്ട് ഷെയർ പ്രൈസ് $4.94 K ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഫസ്റ്റ് ഇവിടെ നമ്മൾ എന്തോ കണ്ടുപിടിക്കേണ്ടത്, ഗ്രോത്ത് കണ്ടുപിടിക്കണം. ഓക്കെ, ഇൻ ദിസ് കേസ് വി ഹാവ് ടു ഐഡൻറ്റിഫൈ ഗ്രോത്ത് ഫസ്റ്റ്. സോ G ഇസ് ഈക്വൽ ടു മോഡലാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഗ്രോത്ത് കണ്ടുപിടിക്കാൻ. പാസ്റ്റ് ഡിവിഡൻറ്റ് ആണോ അതോ ഗോൾഡൻസ് മോഡലാണോ? ഇവിടെ നമ്മൾ പാസ്റ്റ് ഡിവിഡൻറ്റ് മോഡലാണ് എടുക്കേണ്ടത്. സോ ഇൻ ദിസ് കേസ് ഫോർമുല എന്തായിരുന്നു, D0 ബൈ ഓൾഡസ്റ്റ് ഡിവിഡൻറ്റ് ദ ഹോൾ റേസ് ടു 1/n മൈനസ് 1. ഇതായിരുന്നു ഫോർമുല. സോ ഇവിടുത്തെ D0 എത്രയാണ് എന്ന് വെച്ചാൽ കറണ്ട് ഡിവിഡൻറ്റ് എത്രയാണ്, 24 cents, 0.24. ഓൾഡസ്റ്റ് ഡിവിഡൻറ്റ് എത്രയാണ്, 4 years ago 14 cents, 0.14. ഇത് സെൻറ്റ് ആയതുകൊണ്ടാണ് നമ്മൾ 0 ഇടുന്നത് കേട്ടോ. പിന്നെ the whole raised to 1/n എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ടൈം ഡിവിഡൻറ്റ് പെയ്ഡ്. എത്ര പ്രാവശ്യം ഡിവിഡൻറ്റ് പേ ചെയ്തിട്ടുണ്ട്, 1, 2, 3, 4. സോ 1/4 then minus 1. Okay, so we will get answer like 14.42%. സോ നമുക്ക് ഗ്രോത്ത് കിട്ടി. 14.42% ആണ് നമ്മുടെ ഗ്രോത്ത്. ഇനി നമുക്ക് KE കണ്ടുപിടിക്കണം. KE കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്തോ ചെയ്യേണ്ടത്, ഇവിടെ ഗ്രോത്ത് ഉണ്ട്. സോ ഗ്രോത്ത് വരുമ്പോഴുള്ള ഫോർമുല എന്ന് പറയുന്നത് D0 1 + G P0 + G ആണ് ഗ്രോത്ത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. പക്ഷേ ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, ഈ കറണ്ട് ഇയർ 0.24 ആണ്. അത് പ്രൊപ്പോസ്ഡ് ബട്ട് നോട്ട് പെയ്ഡ്. ഡിവിഡൻറ്റ് പ്രൊപ്പോസ്ഡ് ആണ്, അത് അല്ലാതെ പേ ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ കം ഡിവിഡൻറ്റ് ആണത്. സോ കം ഡിവിഡൻറ്റിൻ്റെ കേസിലുള്ള ഫോർമുലയാണ് P0 മൈനസ് D0 എന്നും കൂടെ ഇടണം. ഇവിടെ D0 എന്ന് പറയുന്നത് 0.24, പിന്നെ 1 + G 1 + 14.42 ആണ്. അതിനെ നമ്മൾ അല്ലാതെ ഇടുമ്പം പെർസെൻറ്റേജ് മാറ്റുമ്പോൾ 0.1442 then divided by P0 എന്ന് പറയുന്നത് 4.94 ആണ്. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്, ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട് 4.94 then മൈനസ് 0.24. ഇത് തന്നെ ഇവിടെ മൈനസ് ചെയ്യണം. ദെൻ പ്ലസ് ഗ്രോത്ത് എത്രയാണ്, 0.1442. ഓക്കെ, നമുക്ക് ആൻസർ 20.26% എന്ന് കിട്ടും.
സോ കം ഡിവിഡൻറ്റും എക്സ് ഡിവിഡൻറ്റും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെ ചേഞ്ച് ചെയ്യണമെന്ന് മനസ്സിലായോ? എക്സ് ഡിവിഡൻറ്റ് തന്നേക്കുവാണെങ്കിൽ ഡിവിഡൻറ്റ് ഓൾറെഡി പേ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ 4.94 മാത്രം അടിയിൽ എഴുതിയാൽ മതി. അല്ലാത്ത പക്ഷം നമ്മൾ കം ഡിവിഡൻറ്റാണ് തന്നേക്കുന്നതെങ്കിൽ നമ്മൾ അതിനകത്തുനിന്ന് ഡിവിഡൻറ്റും കൂടെ മൈനസ് ചെയ്യണം. പിന്നെ 0.24 പിന്നെ ഗ്രോത്ത് ഉണ്ടെങ്കിൽ 1+G ദെൻ +G കൂടെ ചെയ്യണം. ഓക്കെ, പിന്നെ നമുക്കൊരു ഗോൾഡൻസ് മോഡലിൻ്റെ ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്യാം. സോ ഇവിടുത്തെ കേസ് നമ്മൾ question 2, shares are quoted at $5, dividend of 40 cents are about to be paid. Then company has annual returns of 12% and dividend payout ratio is 30%. സോ ഇവിടെയും ഡിവിഡൻറ്റ് ആർ എബൌട്ട് ടു പേ ആണ്. സോ അത് കം ഡിവിഡൻ്റ് ആണ്. നമ്മൾ P0 - D0 ചെയ്യണം. ഓക്കെ, ദെൻ ഇവിടെ നമ്മൾ ഗ്രോത്ത് കണ്ടുപിടിക്കണം. ഗ്രോത്ത് റിട്ടേൺസ് 12% മൾട്ടിപ്ലൈഡ് ബൈ ഡിവിഡൻറ്റ് പേ ഔട്ട് റേഷ്യോ എന്ന് പറയുന്നത് 30. സോ റിട്ടൻഷൻ റേറ്റ് എന്ന് പറയുന്നത് 100 - 30 70%. ഇവിടുത്തെ ആൻസർ 8.4% ആണ് ഗ്രോത്ത്. നെക്സ്റ്റ് നമ്മൾ കെ ഇ കണ്ടുപിടിക്കണം. കെയ്ക്ക് വേണ്ടിയുള്ള ഫോർമുല DE 1+G ഡിവൈഡഡ് ബൈ P0 - D0 + G. കറൻറ്റ് ഡിവിഡൻറ്റ് ഇവിടെ എത്ര? കറൻറ്റ് ഡിവിഡൻറ്റ് 0.4 then 1 plus 0.084 divided by P0 എത്ര ഇവിടെ? 5 minus 0.4 plus G എത്ര ഇവിടെ? 0.084. സോ ഇവിടെ ആൻസർ വരുന്നത് 17.83% ആണ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. അപ്പോൾ എല്ലാവർക്കും ഡിവിഡൻഡ് മോഡൽ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ ഡിവിഡൻഡ് മോഡലിനകത്ത് മെയിൻലി നമ്മുടെ ഡിവിഡൻഡ് മോഡലിൻ്റെ ഫോർമുല D0/P0 ആണ്. കറൻറ്റ് ഡിവിഡൻറ്റ് ഡിവൈഡ് ബൈ എക്സ് ഡിവിഡൻറ്റ് ഷെയർ പ്രൈസ്. ദെൻ എക്സ് ഡിവിഡൻറ്റും ഉണ്ട്, കം ഡിവിഡൻറ്റും ഉണ്ട്. കം ഡിവിഡൻറ്റ് എന്ന് പറഞ്ഞാൽ ഡിവിഡൻറ്റ് പ്രൊപ്പോസ്ഡ്, അതിനകത്തൊക്കെ പറയുന്നത് ഡിവിഡൻറ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ അത് നമ്മൾ ഷെയർ പ്രൈസിൽ നിന്ന് റെഡ്യൂസ് ചെയ്യണം. അതാണ് അവിടുത്തെ ഫോർമുല വരുന്നത്. കം ഡിവിഡൻറ്റ് വരുവാണെങ്കിൽ, എക്സ് ഡിവിഡൻറ്റ് വരുവാണെങ്കിൽ ഓൾറെഡി ഡിവിഡൻറ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. പിന്നെ അതുകൊണ്ട് ഷെയർ പ്രൈസിൻ്റെ അവിടെ ഒന്നും ചെയ്യേണ്ട, നോർമൽ ഫോർമുല തന്നെ. പിന്നെ ഗ്രോത്തിൻ്റെ കേസാണെങ്കിൽ, ഗ്രോത്ത് വരുവാണെങ്കിൽ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ D0 മൾട്ടിപ്ലൈഡ് ബൈ 1+G ഡിവൈഡഡ് ബൈ P0 + G. കം ഡിവിഡൻ്റ് ആണെങ്കിൽ ഇവിടെ ഒരു മൈനസ് D0യും കൂടെ വരും. പിന്നെ പാസ് ഡിവിഡൻറ്റ് ഗ്രോത്ത് കണ്ടുപിടിക്കാൻ 2 മോഡൽസ് ഉണ്ട്, പാസ് ഡിവിഡൻറ്റ് മെത്തേഡും ഗോൾഡൻസ് മോഡലും. പാസ് ഡിവിഡൻറ്റിൻ്റെ ഫോർമുല ആണെങ്കിൽ കറൻറ്റ് ഡിവിഡൻറ്റ് ഡിവൈഡഡ് ബൈ ഓൾഡസ്റ്റ് ഡിവിഡൻറ്റ്. ഓൾഡസ്റ്റ് എന്ന് വെച്ചാൽ പഴയ ഡിവിഡൻറ്റ്, ആദ്യത്തെ ഡിവിഡൻറ്റ്, അത് ഡിവൈഡഡ് ബൈ 1 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടൈംസ്. നമ്പർ ഓഫ് ടൈംസ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇവിടെ ഈ ഇയറിൽ നിന്ന് ഈ ഇയറിലോട്ട് 1, 2, 3, 4. ഓക്കെ, ദെൻ -1. ഗോൾഡൻസ് മോഡലിനാണെങ്കിൽ റിട്ടൻഷൻ റേറ്റ് മൾട്ടിപ്ലൈഡ് ബൈ റിട്ടേൺ ഓൺ ഇക്വിറ്റി. ഓക്കെ, ഇതാ നമ്മൾ 2 ക്വസ്റ്റ്യൻ ചെയ്തു. സോ ഡിവിഡൻറ്റ് മോഡൽ, ഡിവിഡൻറ്റ് വാല്യൂഷൻ മോഡൽ ഇവിടെ കഴിഞ്ഞു. ദെൻ തേർഡ് മോഡൽ പ്രൊപ്പോസിഷൻ 2 ഫോർമുല. ഇതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് KE = KEI + 1 - T then KEI minus KD multiplied by VD divided by VE. ഇതാണ് ഈ ഒരു മോഡലിൻ്റെ ഫോർമുല. ഇത് നിങ്ങൾക്ക് എക്സാമിന് മറ്റേ ഷീറ്റിൽ തരും ഫോർമുല. ഈ ഫോർമുല കാണാതെ പഠിക്കണം എന്നില്ല, ആ ഷീറ്റിൽ തന്നെ തരും. പിന്നെ ഈ ഫോർമുല നമ്മൾ രണ്ടായിട്ട് ചെയ്യും. അതിനെയാണ് KE + 1 - T
KD VD by VE is equal to KEI plus 1 minus T KEI VD by VE. ഓക്കെ, ഇത് LHS ആയിട്ട് എടുക്കണം, ഇത് RHS ആയിട്ട് എടുക്കണം. എന്നിട്ട് പിന്നെ നമ്മൾ KEI ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. KEI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഓഫ് അൺഗിയർഡ് കമ്പനി. KE ഓഫ് അൺഗിയർഡ് കമ്പനി. അൺഗിയർഡ് കമ്പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി വിച്ച് യൂസസ് നോ ഡെറ്റ് യൂസ് ചെയ്യാത്ത കമ്പനിയാണ് അൺഗിയർഡ് കമ്പനി എന്ന് പറയുന്നത്. ഓക്കെ, സോ KEI എന്ന് വെച്ചാൽ അൺഗിയർഡ് കമ്പനിയുടെ KE കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയാണ് അത്. പിന്നെ KE എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി, T എന്ന് പറഞ്ഞാൽ ടാക്സ്, KD എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് ഡെറ്റ്. ദെൻ VE എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി, മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി. VD എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് വാല്യൂ ഓഫ് ഡെറ്റ്. ഓക്കെ, സോ ഈ ഫോർമുലയിൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇതാണ് ഒറിജിനൽ ഫോർമുല. ഈ ഫോർമുലയെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തേക്കുവാണ് LHS RHS ആയിട്ട്. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് ഇത് റിലേറ്റഡ്. ഇതാണ് ക്വസ്റ്റ്യൻ. എ കമ്പനി ഹാസ് എ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ ഓഫ് 30:70. KE is 12%. It is intended to change the capital structure. Capital structure change ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അത് ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ 45:55. Then KD is 4% per annum. Tax is 30%. Calculate KE after the change in the capital structure. ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള KE ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ LHS is equal to RHS അങ്ങനെ ചെയ്യാം. അപ്പോൾ ഫോർമുല KE പ്ലസ് 1 minus T KD VD by VE is equal to KEI plus 1 minus T KEI VD by VE. ഇവിടെ KE എത്രയാണ്? 12% പ്ലസ് T എത്രയാണ്? 1 minus 30%. KD എത്രയാണ് ഇവിടുത്തെ? 4%. VD by VE. VD ഇവിടുത്തെ എടുക്കേണ്ടത് നമ്മൾ ഈ ഒരു ഇതാണ് 30:70 ആണ് നമ്മൾ എടുക്കേണ്ടത്. 30:70 KEI പ്ലസ് 1 minus 30% multiplied by KEI 30/70. ഓക്കെ, സോ ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് LHS എടുക്കാം. LHS എത്രയായിരുന്നു? 12% പ്ലസ് 1 minus 30% multiplied by 4% 30/70. ഇവിടെ 0.12 പ്ലസ് 1 minus 0.3 0.04 30/70. സോ നമുക്ക് ആൻസർ കിട്ടുന്നത് 13.2% ആണ്. RHS നമുക്കിനി എടുക്കാം. RHSൽ KEI നമുക്ക് KEI കോമൺ എടുക്കാം. ഓക്കെ, കോമൺ എടുക്കുമ്പോൾ നമുക്ക് പിന്നെ എന്താ കിട്ടുന്നത്? 1 പ്ലസ് 1 minus 30% then 30/70. ഇതാണ് നമുക്ക് കോമൺ എടുക്കുമ്പോൾ കിട്ടുന്നത്. സോ KEI is equal to 1 plus 0.7 multiplied by 30/7. So 1.3
KEI ആണ് RHSൽ കിട്ടുന്നത്. സോ LHS ഈസ് ഈക്വൽ ടു RHSനകത്ത് 13.2% ഈസ് ഈക്വൽ ടു 1.3 KEI. So 0.132 1.2 KEI 1.3 KEI. KEI is equal to 0.132 divided by 1.3. So ഇവിടെ 10.15% ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റിവൈസ്ഡ് KE. അതിൻ്റെ ഫോർമുല KEI പ്ലസ് 1 മൈനസ് T മൾട്ടിപ്ലൈഡ് ബൈ KEI മൈനസ് KD VD ബൈ VE. ഇനി നമുക്ക് ഒറിജിനൽ ആദ്യത്തെ ഫോർമുല യൂസ് ചെയ്യാം. KEI എത്രയായിരുന്നു? 0.1015 പ്ലസ് 1 മൈനസ് 0.3 പിന്നെ KEI 0.1015 മൈനസ് KD എത്രയായിരുന്നു ഇവിടെ? 4%. 0.04. അപ്പം നമ്മുടെ പുതിയ ക്യാപിറ്റൽ സ്ട്രക്ചർ എത്ര? 45:55. സോ 45/55. 0.1015 plus 0.7 multiplied by 0.1015 minus 0.04 45/55. സോ ഇവിടെ ആൻസർ കിട്ടുന്നത് 13.67% ആണ്. സോ അപ്രോച്ചും എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതിനകത്ത് ആക്ച്വലി ഇത് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇതിനകത്ത് ഈ ഫോർമുല ഇതാണ്. നമ്മൾ ന്യൂ ക്യാപിറ്റൽ സ്ട്രക്ചർ ആകുമ്പോൾ നമ്മൾ ഈ ഫോർമുല കണ്ടുപിടിക്കണം. അതിനകത്ത് നമുക്ക് KE നമ്മൾ അൺഗിയർഡ് കമ്പനിയുടെ KE നമ്മൾ കണ്ടുപിടിക്കണം. ആ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഈ ഫോർമുലയിൽ തന്നെ സ്പ്ലിറ്റ് ചെയ്യുവാണ് LHS RHSുമായിട്ട്. LHS RHSുമായിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് KEI കിട്ടും. ആ KEI വെച്ചിട്ട് നമ്മൾ റിവൈസ്ഡ് KE കണ്ടുപിടിക്കണം. അതാണ് ഈ ക്വസ്റ്റ്യൻ. സോ നമ്മുടെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാൽക്കുലേഷൻ മെത്തേഡ്സ് ഇതെല്ലാം നമ്മൾ ഇന്ന് ചെയ്തു. സോ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാൽക്കുലേഷൻ പിന്നെ മെത്തേഡ്സ് 3 മെത്തേഡ്സ് പഠിച്ചു. CAPM, DVM, MM അപ്രോച്ച്. CAPMനകത്തെ ഫോർമുല, DVMനകത്തെ ഫോർമുല, ഗ്രോത്ത് വരുമ്പോഴുള്ള ഫോർമുല, 2 ഫോർമുല ഉണ്ട് ഗ്രോത്ത് വരുമ്പോൾ. MM അപ്രോച്ച്, LHS RHS വെച്ച് KEI കണ്ടുപിടിക്കുകയാണെങ്കിൽ ഗിയർഡ് കമ്പനിയുടെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കണ്ടുപിടിക്കുക. എന്നിട്ട് ആ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി വെച്ചിട്ട് പിന്നെ നമ്മൾ റിവൈസ്ഡ് KE കണ്ടുപിടിക്കുക. അത് നമ്മൾ ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി നെ കുറിച്ചിട്ട്. സോ if you liked my video, please like, share and subscribe to my YouTube channel. And any topics എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ just comment below. ഞാൻ അതിനെക്കുറിച്ചുള്ള വീഡിയോ ഉണ്ടാക്കുന്നതാണ്. Stay tuned for my next video. Bye bye.